നമസ്കാരം. ഡോക്ടർ ശ്രീദീപൻ, ന്യൂറോളജിസ്റ്റ്. നിങ്ങൾക്കറിയാമോ, തലച്ചോറിലേക്കുള്ള രക്തക്കുഴൽ അഥവാ ആർട്ടറിയിൽ ബ്ലോക്ക് സംഭവിക്കുമ്പോഴാണ് ആക്ച്വലി സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ആർട്ടറിയുടെ രോഗലക്ഷണങ്ങൾ, ആർട്ടറിയിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങളെ കുറിച്ച് പറയാം. ആർട്ടറിയിൽ നേരത്തെ പറഞ്ഞിരുന്നു, ഹൃദയത്തിൽ നിന്ന് ശുദ്ധരക്തം മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രക്തക്കുഴലാണ്. അപ്പോൾ ഇതിന് പ്രധാനമായിട്ടും രണ്ട് തരത്തിലത്തെ തകരാറുകളാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഈ ആർട്ടറി അഥവാ ധമനി തടസ്സപ്പെടാം, ബ്ലോക്കാകാം. രണ്ട്, ധമനി പൊട്ടിപ്പോകാം, അതായത് റപ്ചറാകാം. അപ്പോൾ ഈ ബ്ലോക്ക് ആകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? ബ്ലോക്ക് ആകുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അതിനെ കാണാം. ഒന്ന്, കൈകാലുകളിലേക്കുള്ള ആർട്ടറിയിലുള്ള ബ്ലോക്ക്. രണ്ട്, തലച്ചോറ് അഥവാ ഹൃദയത്തിലേക്കുള്ള ബ്ലോക്ക്. കൈകാലുകളിലേക്ക് ആർട്ടറി ബ്ലോക്ക് അഥവാ തടസ്സം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് വേദന, നംനസ് അഥവാ മരപ്പ്, അല്ലെങ്കിൽ ബലക്കുറവ്. പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കേസുകളിൽ ഗാംഗ്രീൻ, അതായത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് ആ അവയവം കാല് ബ്ലോക്കിലേക്ക് നോക്കുകയും കളറ് ചേഞ്ച് വരികയും അത് നശിച്ചിരിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ള കേസുകളിൽ ചിലപ്പോൾ അത് മുറിച്ച് കളയേണ്ടി വരും. തലച്ചോറിൻ്റെ പ്രത്യേകത, തലച്ചോറിൻ്റെ അകത്ത് രക്തോട്ടം ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ സ്ട്രോക്ക് ഉണ്ടാകും. അതിൻ്റെ രോഗലക്ഷണമാണ് നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ബാലൻസിൻ്റെ പ്രശ്നം, പിന്നെ കാഴ്ചയിലെ തകരാറുകൾ, മുഖത്തുള്ള കോടൽ, കൈകാൽ ബലക്കുറവ്, സംസാരത്തിലെ കുഴച്ചിൽ അഥവാ സംസാരത്തിലുണ്ടായ മാറ്റം, പിന്നെ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴൽ. നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. കൊറോണറി ആർട്ടറീസിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. അപ്പോൾ അതിൻ്റെ രോഗലക്ഷണമാണ് വേദന, പിന്നെ ചിലപ്പോൾ ഹൃദയമിടിപ്പിന് വേരിയേഷൻ, എക്സ്ട്രീം കേസിൽ മരണം വരെ സംഭവിക്കും. അപ്പം ആർട്ടറി എന്ന് പറയുന്ന, ധമനി എന്ന് പറയുന്ന അവയവത്തിൻ്റെ രോഗലക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി